ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് വയനാട്ടിലേക്കാണ്. കുട്ടികളും മക്കളും എല്ലാവരും ഫാമിലീസ് എല്ലാവരും ഉണ്ട് നമ്മുടെ കൂടെ. നമ്മളൊരു ബസ്സിലാണ് യാത്ര പോകുന്നത്. നമ്മളൊരു 2 ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അവിടെ ഒരു റിസോർട്ടും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്ത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നേരെ വയനാട്ടിൽ പോയിട്ട് അവിടെ ഒരു ദിവസം നമ്മൾ സ്റ്റേയും ചെയ്ത് ഫുള്ള് അടിപൊളിയാക്കാനാണ് അപ്പോൾ പ്ലാനിങ്. എല്ലാവരും നല്ല വൈബാണ്. അമ്മായിയൊക്കെ കളിച്ച കളി കണ്ട അവൻ്റെ പൊന്നോ വല്ലാത്ത കളിയാ. കുട്ടികളും മക്കളൊക്കെ ഫുള്ള് ഡാൻസാ. ഞാനും നോക്കിയില്ല, ഞാനും നല്ല ഡാടി ഇമ്മ കഥ കൈ വിട്ടണേ. അപ്പം പെങ്ങളെ പാട്ട് കാട്ടണേ. എന്താ ചേച്ചിയാ, നമ്മളെ മുത്തപ്പൻ്റെ മോനതാ പാട്ടാടണേ. എല്ലാവരും പാട്ടും കൂത്തും ഡാൻസും ഒക്കെ കൂടി ആയിട്ട് നല്ല രസമായിരുന്നു ടൂറ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ടൂറ്. അങ്ങനെ നമ്മൾ കുറേ നേരം യാത്രയുടെ ശേഷം നമ്മൾ നേരെ നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ റിസോർട്ടിലെത്തി ഒന്നും പറയണ്ട, നേരെ പൂളുണ്ട്, ഒറ്റ ചാട്ടം പൂളിൽ ചാടി. അത് കഴിഞ്ഞ് നമ്മൾ നല്ല കോഴിയൊക്കെ ചുട്ട് ക്യാമ്പ് ഫയറൊക്കെ ഇങ്ങനെ എടുത്തത് അതിൻ്റെ ഒക്കെ രസത്തിൽ ഇങ്ങനെ ആടിപ്പാടി DJ ഇങ്ങനെ കളിച്ച് DJ പാർട്ടി എല്ലാ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ DJ അതൊക്കെ കഴിഞ്ഞ് എന്നെ രാവിലായി നീച്ചപ്പോൾ തന്നെ ജനവാതിലിന് മുന്നിൽ കൂടെ നോക്കിയപ്പോൾ അപ്പുറത്ത് വരെ പോയാ പഠിച്ചോൻ എടുക്കണൊരു മുതലല്ലത്, വേറെ എന്തോ ഒരു ഓല ഒഴുകി പോകാനൊന്നാണ്. അപ്പം ഇതാണ് നമ്മളെ റിസോർട്ട്. ഈ റിസോർട്ടിലായിരുന്നു ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ ഇന്നും നമ്മൾ ഇവിടെ തന്നെയാണ് അടിച്ച് പൊളിക്കാൻ തന്നെയാണ് പ്ലാന്. പിന്നെ അവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയുണ്ട്, വലിയവർക്ക് കളിക്കാൻ പറ്റിയുണ്ട്, എല്ലാ സാധനവും ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മളെന്തായാലും ചെറിയ രീതിയിൽ ചെറിയ വ്ളോഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കയറി നോക്കിയാൽ ചെറിയ വ്ളോഗും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാം. അജ്മൽ RFL എന്നാണ് നമ്മളെ ഇൻസ്റ്റഗ്രാം ID. അപ്പം അത് വേഗം കയറി നോക്കിക്കോളിട്ടാ, എന്നിട്ട് വേഗം ഫോളോ ചെയ്തോളിട്ടാ. പിന്നെ ഇവിടെ കുരങ്ങന്മാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു കാടിൻ്റെ ഉള്ളിലുള്ള റിസോർട്ടാണ്. കാടിൻ്റെ ഉള്ളിലുള്ള റിസോർട്ടായതുകൊണ്ട് തന്നെ ഇവരൊക്കെ മൊത്തം കറണ്ടിൻ്റെ ലൈനും കാര്യങ്ങളൊക്കെ വലിച്ച് കെട്ടിയിട്ടുണ്ട്. രാത്രി കാലങ്ങളിലും മൃഗങ്ങളൊക്കെ വരും ചെയ്യും. ഇത് കണ്ട, ഇതൊക്കെ കറണ്ടിൻ്റെ ലൈന് വലിച്ചു കെട്ടിയതാണ് മക്കളെ. വല്ല കഥയുണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ ഞാൻ ഇവിടെ രാത്രി പിന്നെ ആന വന്നിരുന്നു. പിന്നെ അതുപോലെ തന്നെ മാനെ, കാട്ടുപന്നി, പിന്നെ കുരങ്ങന്മാര്, ഇതൊക്കെ ഇവിടെ കാണാൻ പറ്റൂട്ടോ. നമുക്ക് ഒരുപാട് മൃഗങ്ങളെയൊക്കെ കാണാം. ഒരു ഊഞ്ഞാല് കണ്ട് ഞാനും പെണ്ണുങ്ങളായിരുന്നു കുറേ ആടി. അത് കഴിഞ്ഞ് പൂളിൽ 2 ചാട്ടും. അയ്യോ, ഇനി എന്താ വേണ്ടത്? അടിപൊളിയില്ലേ. ഇപ്പൊ കണ്ടില്ല, കുട്ടികളൊക്കെ പൂളിൽ കളിച്ചാണ്. എല്ലാരും പൂളിലാണ്. രാവിലെ മുതൽ രാത്രി വരെ പൂളിലായിരുന്നു. വല്ലാത്തൊരു കഥ. ഞാൻ ചാടാത്ത കുട്ടികളൊക്കെ പിടിച്ച് ഞാൻ തട്ടി പൂള് കണ്ട് ചാടിച്ച്. അല്ല പിന്നെ റിസോർട്ടിൽ എന്നിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക. ആട് ചാടിച്ച എല്ലാവരും ചാടുക. അല്ല പിന്നെ അത് കഴിഞ്ഞ് കണ്ട് ഞങ്ങളൊരു ആനന്റെ സ്റ്റാച്ചു ഉണ്ട് അവിടെ. ഞങ്ങൾ നേരെ പോയിക്കാണ്ട് ആനമലൊക്കെ ഒന്ന് കയറി. ഇതൊക്കെ അല്ല ഒരു രസം. പിന്നെ അങ്ങനെ കുറേ നേരം ബ്ലോഗ് എടുത്ത് ഉണ്ടായിരുന്നേ. അതിൻ്റെ അടുക്കണ്ടില്ല ഓനൊരു ചാട്ടം. ഇല്ലാത്ത കഥ. അങ്ങനെ ആനപ്പുറത്തതാ പെണ്ണുങ്ങൾ കയറുന്നേ. അതാ കയറി അതാ. പിന്നെ നമ്മളൊരു വലിയ ആകെയായിരുന്നേ. ഫാമിലിയും കൂട്ടി എല്ലാവർക്കും കൂടി ഒന്നിച്ചൊരു ടൂർ പോവാന്നുള്ളത്. അങ്ങനെ അതെന്തായാലും നടന്ന് ഉദാഹവ അടിപൊളി. പിന്നെ ഇവിടെ കാടായോണ്ട് തന്നെ ഞങ്ങൾ രാവിലെ തന്നെ നീച്ച് അവിടെ മൊത്തം ഒന്ന് കറങ്ങിക്കണ്ട്. എന്താ ചേച്ച, നല്ല വെള്ളാനും കറുത്താനും ചോപ്പാനും എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ എന്നിട്ടാ നമ്മൾ ഇന്നലെ ക്യാമ്പ് ഫയർ എത്തിയത്. അതിന്റെ തിരിച്ച് ഇതുവരെ കേട്ടിട്ടില്ല. എല്ലാ കഥയും ഞങ്ങൾക്ക്. അതിന് നേരെ അപ്പുറത്ത് കണ്ട അവര് പോയാനാ കേട്ടിട്ടുണ്ട്. അവിടെയൊക്കെ ആന വരും വെള്ളം കുടിച്ചാന്. കാണുന്ന സ്ഥലം കണ്ട അവിടെ നിന്ന് രാത്രി ആനോ നിന്നേ ആന്നേ. അതാണ് അവസ്ഥ. പിന്നെ ബസ് പിന്നെ ആണ്ട് ഇറക്കാൻ പറ്റാത്തതാണ് ഇവിടെ എത്തിയിട്ട്. അങ്ങനെ എന്തായാലും ഞങ്ങളിത് റിസോർട്ടൊക്കെ ഇങ്ങനെ ഫുള്ള് വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട റിസോർട്ടിൻ്റെ ഉള്ളിലാണ് ഈ കണ്ടത്. ചെറിയൊരു നടുമുറ്റം നമുക്ക് ഇങ്ങനെ അവിടെ വരുന്നുണ്ട്. നടുമുറ്റം കഴിഞ്ഞ് അവിടെയൊക്കെ
നമുക്ക് വന്നിരിക്കാനും പിന്നെ അതുപോലെ തന്നെ മഴയൊക്കെ പെയ്യാനും ഭയങ്കര രസമാണ്. വെള്ളം ഇങ്ങനെ ചാടുകൊണ്ടല്ലോ. ആഹാ, അടിപൊളിയാണ്. കണ്ടോ? അങ്ങനെ നേരെ ഞങ്ങള് പോയി. നേരെ അവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ആ ബാൽക്കണി പോയിരുന്നാല് ആ പോയന്റെ വ്യൂവും കണ്ട് ഇങ്ങനെ ചായയും കുടിച്ചിരുന്നാണ്ടല്ലേ എന്തോ ഒരു രസം അറിയോ. അടിപൊളിയാണ്, അടിപൊളി. കണ്ടോ? ഇതാണ് നമ്മുടെ റിസോർട്ടിന്റെ ബാക്ക് വ്യൂ വരുന്നത്. ഇതാണ് ഫ്രണ്ട് വ്യൂ വരുന്നത്. കണ്ടാ? പിന്നെ അതുപോലെ തന്നെ കപ്പിൾസിനൊക്കെ ഇങ്ങനെ പോയി അവിടെ ഇരിക്കുക, വർത്താനം പറയാ, കളിച്ചാ ചിരിച്ചാ. അതിൻ്റെ അടുക്കൊരു മാന് വന്നപ്പോൾ ഞാൻ അതിൻ്റെ ഒപ്പാണ് വണ്ടി. എല്ലാവരും കൂടി എൻ്റെ പിന്നാലെ വണ്ടി. എന്നിട്ട് ഇവിടെ മാനുണ്ട് കാണുന്നേ. മാൻ്റെ വഴിക്കാണ് പോയി. അത് കഴിഞ്ഞ് പൂളിൽ കണ്ട എല്ലാവരും ഡാൻസ് കളിച്ച് കളിച്ചിരിക്കുകയാണ്. ആന്നേ, വലിയൊരു കുട്ടികളൊന്നുമില്ല, അതെല്ലാവരും ഡാൻസ് കളിച്ച. ഡാൻസോടെ ഡാൻസ്. എന്തേലും പറയണ നമ്മളെ തീരെ ഒരു ക്ലിപ്പും നമ്മൾ ഒഴിവാക്കിയിട്ടില്ല. എല്ലാതും ആറേതൊക്കെയാണ്. കാരണം എന്താ പറയുക, ഇതൊക്കെ ഒരു മെമ്പറല്ലടോ. നമ്മക്കൊരു മെമ്പറ്. ഇത് നമ്മളൊരു മെമ്പറാട്ടോ, നമ്മളെ ഫാമിലിയിലുള്ള മെമ്പറ്. അതെ, നാട്ടിലെ മെമ്പറല്ലേ? അതന്നെ മെമ്പറ്. നമ്മക്കൊണ്ടൊരു മെമ്പറൊക്കെ പിടിപാടുണ്ട് നമുക്കേ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. എന്തായാലും അടിച്ച് പൊളിച്ച് ഞാൻ നടക്കുമ്പോഴാണ് എന്തെങ്കിലും ഞാൻ തിന്നാൻ വേണ്ടേ ആലോചിച്ചോണ്ട്. അപ്പൊ തന്നെ പെണ്ണുങ്ങളൊക്കെ കൂടിക്കാണ്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിക്കണേ. ഇവർക്കൊക്കെ ക്യാമറന്റെ മുന്നിൽ വരാൻ ഭയങ്കര മടിയാണെന്നേ. എല്ലാരും ക്യാമറ തട്ടി പറിച്ച. ഈ തട്ടി പറിച്ചല്ലേ, സോറി, തട്ടി കളിച്ച. അങ്ങനെ നമ്മളിങ്ങനെ ഫുഡ് ഉണ്ടാക്കണ ഓരോ തിരക്കില് അപ്പുറത്ത് കുറെ ആൾക്കാർ ഡാൻസ് കളിച്ചിട്ടുണ്ട്, അപ്പുറത്ത് കുറെ ആൾക്കാർ തീ കായുണ്ട്. ഇതൊക്കെ തന്നെ പരിപാടി. കണ്ടില്ല, ഓരോരുത്തർ തക്കാളിയും ഉള്ളി ഇതൊക്കെ അരിഞ്ഞ് കണ്ടാ പണിയെടുക്കേണ്ടത് അറിയാൻ വേണ്ടിട്ട് ക്യാമറന്റെ മുന്നിൽ പാത്രം പൊടിച്ചിരിക്ക. എന്താ ഇപ്പൊ വിലക്ക മാണ്ടിയത്? പിന്നെ നമ്മളെ റിസോർട്ടില് 3 റൂം, 4 റൂമാണുള്ളത്. 4 റൂം, 3 സോറി, 4 ഉള്ളത്. 4 റൂമും പിന്നെ ഒരു അടിപൊളി ബാൽക്കണി, ഒരു കിച്ചണും ഉണ്ട് ട്ടാ. ഇതാണ് അപ്പൊ നമ്മളെ റിസോർട്ട് എന്തായാലും കായ്ക്കളം മുതലുണ്ടായില്ല. ഇന്നലെ ഇവിടാണ്ട് കേടുന്നേ. എന്തോ ഒരു തണുപ്പാണെന്നറിയോ. തണുത്തിട്ട് വേറെച്ചിട്ടുണ്ടല്ലേ, കാലൊക്കെ മരവിച്ച്. ഇന്റെ പൊന്നോ, ഒന്നും പറയണ്ട. ഭയങ്കര വൈബായിരുന്നേ. ഇത് കണ്ടാ, രാവിലെ നീച്ച് ഇങ്ങനെ പ്രകൃതി ആസ്വദിച്ചിരിക്കുമ്പോഴാണ് പെണ്ണുങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ നോക്കി അറിയണേ. നമ്മക്കുണ്ടാണ് നോക്കാൻ പറ്റണേ. ചിലവരപ്പോഴും ആടിക്കൊണ്ടിരിക്ക. ഇതൊന്നും ഇപ്പൊ താട്ടിലല്ല, തന്നൊരു രാത്രിത്തെ താട്ടിലാണ് ട്ടാ. ഇത് നമ്മളെ റൂമത്തെ വ്യൂ കണ്ട. അതിന്റെ മോനെ എന്താ രസം. എന്താലേ റിസോർട്ട് എന്നൊക്കെ പറഞ്ഞ ഇതാണ് റിസോർട്ട്. പിന്നെ ഞാനും എന്റെ പെണ്ണുങ്ങളും ഫുള്ള് വ്ളോഗിങ് ചെയ്യുന്നേ. എന്താ പറയാ, റിസോർട്ട് കൊറേ കണ്ടമാനം നടന്ന് കാണാണ്ടല്ലോ. ഒക്കെ നടന്ന് വീഡിയോ എടുക്കന്നെ. എങ്ങനെയെങ്കിലും ഒരു ഇൻസ്റ്റഗ്രാമില് ഒരു 10-20 ഫോളോവേഴ്സ് വേണ്ടി ആയിട്ടുണ്ടേ. എന്ത് നിങ്ങൾ വരെ നോക്കിക്കൊണ്ട് പോയി ഫോളോ ചെയ്യടോ. അജ്മൽ അറഫല്ലേ നാളത്തെ നമ്മൾ അക്കൗണ്ടിന്റെ പേര് വേഗം പോയി ഫോളോ ചെയ്തിട്ടാ. വേഗം പോയി ഫോളോ ചെയ്തോളി. അപ്പൊ അങ്ങനെ റിസോർട്ട് മൊത്തം നടന്ന് വ്ളോഗ് ചെയ്യണ്ടേ. അതുണ്ട്, ഇതുണ്ട്, മറ്റേതുണ്ട്, മറിച്ചതുണ്ട് അറിയാണ്ട്. വ്ളോഗ് ചെയ്യാനും ഒരു കഴിവ്. ആ കഴിവ് ഞങ്ങൾക്ക് എന്തായാലും കിട്ടിയിരിക്കണ തോന്നണേ. നിങ്ങളൊന്ന് കമന്റിൽ പറയും കിട്ടിക്കണില്ല എന്നുള്ളത്. പറയട്ടാ, നേരം പകരിട്ടാ. പിന്നെ കണ്ട പെണ്ണുകൾ ഭയങ്കര വിവരിക്കലാണ് ട്ടോ. അവിടെ അങ്ങനെ ഉണ്ട്, ഇവിടെ അങ്ങനെയുണ്ട്. കുറച്ച് തള്ളലെ കണ്ടിട്ടാ. തള്ളല് ഉസ്താദ് ഔന്റെ പൊന്നാ. ഉലോത്ത തള്ളി കള്ളിയാണ് മറിച്ചെന്നറിയില്ല. അതാണ് അവസ്ഥ. അങ്ങനെ നമ്മളെന്താട്ടി, ഞങ്ങള് ഫാമിലിന്റെ ഒക്കെ കൂടെ ഒരു വീഡിയോ ഒക്കെ എടുക്കേണ്ട ഫാമിലി ആയിട്ട് പോയിട്ട് എളാപ്പത പായനെ എന്താ വായനളാപ്പ നിക്കോളേ. എളാപ്പത പായനെ നമ്മളിതാ ഫാമിലിന്റെ കൂടെ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ച്. എല്ലാം നിന്നോളിട്ടാ. പോയി എല്ലാം നിന്നോളി. ദാ പോണ ക്യാമറ, അതാ പോണ പിടിച്ചോളി. പോയി അച്ഛനെന്റെ അമ്മ ഞാൻ വീണേ.
ആ അതെല്ലാവരും ചെടിച്ച് ഞാൻ വീണിട്ട് എന്നാ അത് നോക്കിക്കോളി പൂ ചിരിച്ചോളിയാ കുരിപ്പാടായ ചിരിച്ചോളി. ഇതാണ് നമ്മള് ബസ്. ഇത് കണ്ടോ നിങ്ങള്? ഇതാണ് നമ്മള് ബസ്. പിന്നെ ഡ്രൈവർ നമ്മളെ മൂത്താപ്പാന്റെ മോൻ തന്നെ ആയിരുന്നേ. ഓന് പിന്നെ ബസ്സിലൊക്കെ പോയിട്ട് നല്ല പരിചയമുണ്ടായി. അപ്പൊ ഓനെ തന്നെയാണ് ഡ്രൈവർ ആക്കി. എന്തേ കായ് കൊടുക്കണ്ടല്ലോ. അതാണ് അങ്ങനെ. ഇതാണ് പിന്നെ നമ്മള് വേറൊരു കിച്ചൺ കേട്ടാ. ഇത് നേരെ അടിയിൽ അണ്ടർഗ്രൗണ്ടിലുള്ള ഒരു കിച്ചണാണ് ഈ കണ്ടത്. ഇവിടെ ഇരുന്ന് എല്ലാ ആലാകോലഹങ്ങൾ ആ സംഭവം തന്നെ മനസ്സിലായില്ല എനിക്ക്. ആ സംഭവങ്ങളായിരുന്നു ഇവിടെ മൊത്തം. വലിയ കിച്ചണാണ്. ഇവിടെ നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലവും ഒക്കെ ഉണ്ട്. ബാത്റൂം ഉണ്ട്, 2-3-4 ബാത്റൂം ഉണ്ട്. എല്ലാരും ഭക്ഷണം കഴിക്കണ തിരക്കിലാണ്. പിന്നെ ഇപ്പോഴത്തെ കാണുന്ന ക്ലിപ്പൊക്കെ നമ്മൾ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല ഒന്നും ഒഴിവാക്കിയിട്ടില്ലാന്ന്. അപ്പൊ ഒക്കെ ഇങ്ങനെ എല്ലാം ആരേത് വെച്ചതാണ്. ഇത് കണ്ടില്ല വയനാട്ടിലൊക്കെ ഒരു മഞ്ഞ്. എന്താ പൊന്നോ മഞ്ഞെന്നൊക്കെ പറഞ്ഞാലല്ലോ മുന്നേക്ക് വന്നോണ്ട് കാണൂല കേട്ടാ. നമ്മൾ തല പുറത്തിട്ട് കുറെ നേരം നോക്കിന്നേ. ബസ്സിന്റെ ബസ്സിന് തല പുറത്തുനിന്ന് എന്തെങ്കിലും കാണണ്ട കുട്ടിയെ ഒരു തേങ്ങ കാണാനേ. അമ്മാരി മഞ്ഞ് എന്നൊക്കെ പറഞ്ഞ ഇതാണ് മഞ്ഞ്. നമ്മള് ക്യാമറയിൽ നോക്കി കൊറേ നേരം ലിച്ചാണ് നിന്ന്. അങ്ങനെ നമ്മളുണ്ടല്ലോ നമ്മളെ ട്രിപ്പ് പിന്നെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മളെ മുതാപ്പാണ് ഇന്നൊന്ന് വീഡിയോ എടുക്കാനാ പറഞ്ഞത്. ഒന്നും നോക്കിയില്ല. നമ്മള് വീഡിയോ എടുത്തൊട്ടിട്ടാ. അതാ കണ്ടില്ല അതിന്റെ മോനെ എന്താണ് ആ വളർത്തലൊക്കെ. വല്ലാത്ത ജാതി. ഒറ്റ വണ്ടി ഓടിച്ചിട്ടാ. എന്തായാലും അടിപൊളിയല്ലേ. നിങ്ങൾ കമന്റിൽ അറിയിച്ചോളിട്ടാ എങ്ങനെയുണ്ടെന്നുള്ളത്. നിങ്ങളെല്ലാരും വിചാരിച്ചിട്ടുണ്ടാവും ഇതെന്താണ് ഇങ്ങനെ 3 ഘട്ടമായിട്ട് വീഡിയോ ചെയ്തിടുന്നത്. അത് സംഭവം ഒന്നുമല്ല. നമ്മൾ യൂട്യൂബിലിടാൻ വേണ്ടി വീഡിയോ ഒന്നും എടുത്തിട്ടില്ലേ. ഇത് മൊത്തം ഇൻസ്റ്റഗ്രാമിലിടാൻ വേണ്ടി എടുത്തതാണ്. അങ്ങനെ എടുത്തതാണ് 3 ഘട്ടം. എന്താ ചേച്ചാ. അപ്പൊ പിന്നെ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കാന്ന് വിചാരിച്ച്. കണ്ടിട്ട് ഓരോരുത്തരെ വള്ളത്തില് മുക്കണേ. അല്ലാ വല്ലാത്ത മുക്കല്. ആരാണ് അവിടെ ഹാൻഡോടിനെ പൂള് കണ്ട എല്ലാവർക്കും പിരാന്ത. മുക്കലോട് എല്ലാരും മുക്കല്. ഒരാളാൾ വെള്ളം കുടിച്ചാട് സൈഡിൽ കിടക്കണേ. എല്ലാരും മുക്കി കൊറേ വെള്ളം കുടിച്ച്. അതിൽ തന്നെ പാത്രം ഉണ്ട്, എല്ലാം ഉണ്ട്. എന്താ ചേച്ചിയ. എല്ലാരും എന്തായാലും നല്ല കളിയിലാ. പൂളിൽ നിന്ന് കേറെ സമയമില്ല ഒരാൾക്കും. ഞാൻ പിന്നെയും ബസ്സിന് തലയിട്ട് കൊറേ വർഷം നോക്കി. ഒരു തേങ്ങയും കാണുന്നില്ല. അവര് മരാത കാണണമെന്നില്ലേ. നല്ല രസമുള്ള മല അല്ലേ. ഞങ്ങള് കമന്റ് ഇട്ട് തൊളിച്ചാ നോക്കിക്കാണ്ട് ഫോളോ ചെയ്ത് തൊളിച്ചാ. പിന്നെയും ചാടി വള്ളത്തിക്ക് തന്നെ. വള്ളത്തിന്ന് കയറി ഒരു കളി ഞാൻ അറിഞ്ഞില്ലേ. സത്യം പറഞ്ഞ ഈ ടൂറോണ്ടുള്ളൊരു ഉപകാരം എന്ന് വെച്ചാല് കുളിച്ചാത്തവരൊക്കെ നല്ല കുളിച്ചോ അല്ലെ മേത്തുള്ള ചളിയൊക്കെ മൊത്തം പോയി ഓലക്കണ്ട് വെളുത്ത്. ഞാന്നേ പറഞ്ഞാൽ ആട് വെളുത്ത് അടുത്ത് കൊടുത്തേക്കണേ. ടൂർ കഴിഞ്ഞപ്പോ തന്നെ എല്ലാരും പറഞ്ഞ കായ് മുതലായി. എങ്ങനെ മുതലാവാതിരിക്കുക. അത് ശരി. കുളിയോട് കൂടി വല്ലാത്ത ജാതി. വെള്ളത്തിന്നേക്ക് ഏറെ സമയമില്ല ഒരാളും. കൂലി തന്നെ കൂലി. ചാട്ടും മാട്ടും പാട്ടും എല്ലാം. ഞങ്ങള് പിന്നെ ഒന്ന് വൈബാക്കാൻ വേണ്ടി നേരെ എന്ത് ചെയ്ത് നമ്മൾ ആ പാട്ട് ബോക്സ് അവിടാണ് കൊണ്ടുവച്ച്. അതിന്റെ മോനെ പിന്നെ ആ പാട്ടും ഡാൻസും. അതിന്റെ പൊന്നെ കണ്ടീനോ എന്തൊക്കെ കളി. എന്താ കളി. വല്ലാത്ത കളി. എന്തിനാ കാട്ടുന്നേ. ഭൂലോക കളി. കളിയോട് കളി. എന്റെ മക്കളെ നിങ്ങൾ ഇതേപോലെ ടൂറൊക്കെ പോക്കണ്ടാ. പോണെങ്കിൽ ഒന്ന് പോണട്ടാ. ഫാമിലി ടൂറൊക്കെ നമ്മൾ കൊല്ലത്തിൽ എടുക്കൊക്കെ ഒന്ന് പോണം. എന്തെന്നൊക്കെ അറിയാനുള്ളത് ശരിയല്ലേ. പോണെന്നേ ഇതേപോലെ പോണം. എന്തിനാന്നറിയ വേറെ ഒന്നിനല്ല. ഈ കുളിച്ചാത്ത കുറേ എണ്ണുണ്ടാവും. അറ്റങ്ങളൊക്കെ ഇതേപോലെ പൂളിക്ക് എടുത്താണ്ടിടുക. ഇപ്പൊ കണ്ടില്ലേ ഫാമിലിത്തെ ഓരോരുത്തരെടുത്തിട്ടാണേ. ഒന്നും കുളിച്ചൂലെന്നേ. ഒന്നും കുളിച്ചാതെ ഞാൻ നടക്കും മേക്കപ്പ് തൊട്ട് കണ്ട്. അപ്പൊ ബലൊക്കെ ഒന്ന് കുളിപ്പിച്ചാൻ ഇതൊക്കെയാണ് മാറുക. കുറച്ച് പൈസ പോയാലും ശരി കുളിപ്പിച്ചിട്ടാണ്ട് പോയി കുളിപ്പിച്ച് തന്നെ. കണ്ടില്ല ഓരോരുത്തർ ചാടിനെ.
10-50 വയസ്സായവരാണ് ചാടുണ്ട് വല്ല കാര്യം ഞങ്ങൾക്ക് ഇങ്ങനൊക്കെ ടൂറൊക്കെ പോണെന്ന് നമ്മളെ അപ്പോഴല്ലേ നമുക്കൊരു എൻജോയ്മെന്റ് ഇതൊക്കെ ഉണ്ടാവുള്ളൂ. ആ പൂളിന്റെ അടി പൊളിഞ്ഞാത്ത ഭാഗ്യം. അമ്മ ചാട്ടം ചാട്ടം എന്നൊക്കെ പറഞ്ഞാണല്ലേ പൂലോക ചാട്ടം എന്റെ പൊന്നോ. എന്റെ മക്കളെ നിങ്ങൾ നാളെ തന്നെ കെട്ടിറങ്ങിക്കാണ്ട് പോയിക്കോളി. പണ്ട് ആരോ പറഞ്ഞ പോലെ പെരന്റെ ആധാരം വെച്ചിക്കാണ്ടും പെരന്റെ പറമ്പിറ്റ് കണ്ടൊക്കെ ടൂറ് പോയിക്കോളി മക്കളെ. ഭയങ്കര രസമാണ് മക്കളെ. എന്റെ പൊന്നോ DJ പാട്ടിന്റെ പിന്നെ പറയണ്ട. കുട്ടികളൊക്കെ ആട്ടോടാട്ടിന്റെ പൊന്നോ. ആട്ടെന്നൊക്കെ പറഞ്ഞാൽ താണ്ടിയിൽ ഓരോരുത്തർ കളിച്ചതിന് പുതിയ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഓരോരുത്തരുണ്ട്. പുതിയ ഓരോ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കുറെ പഠിച്ചാൻ പറ്റി. പിന്നെ ക്യാമ്പ് ഫയറുണ്ട്. പിന്നെ പറയും അതാ വല്ലാത്ത ജാതി തീജ് ഇങ്ങോട്ട് കത്തിക്കിട്ട് ചൂടാക്കിയിട്ടുണ്ടാവും എന്റെ പൊന്നോ. അങ്ങനെ കളിച്ചോടാ ഇങ്ങോട്ട് കളിച്ചോട്ടു നാണ്ട ആട്ടം ഇങ്ങോട്ട് ആട്ടം. പിന്നെ പോകേണ്ട വൈക്കുള്ള ഓരോ പറ്റത്തെ കാഴ്ചയും കാര്യങ്ങളും ഇതൊക്കെ കണ്ട് നമ്മൾ അവിടെ എത്തിയത് പറഞ്ഞില്ല. ഒന്നും നമ്മൾ അറിയില്ല. നിങ്ങളെ വിചാരിച്ച് മുന്നിലെത്തി കൈ എഴുതിയിരിക്കണെന്ന് വെച്ചാൽ ആ കവറില് അതെ കാര്യമാണേ നമ്മൾ ക്യാമ്പ് ഫയറിനുള്ള കാര്യം അത് നമ്മളും ഉണ്ടാവണമെന്നേ. അതാണേ. അപ്പൊ നമ്മള് കാര്യമൊക്കെ വാങ്ങി പിന്നെ ഭക്ഷണമൊക്കെ വാങ്ങി അങ്ങനെയല്ലേ നമ്മള് പോയത്. എന്തായാലും ടൂറിന്റെ രസം പറയാനാണെങ്കിൽ ഒരുപാട് പറയാൻ മക്കളെ. ഒരുപാട് ഇതൊന്ന് പറഞ്ഞാ തീരൂല അത്രക്കുണ്ട്. കണ്ടാ അവനൊക്കെ അവന്റെ കളി ഉണ്ടാവും. മാരി അതെ കളിയുണ്ടല്ലേ. ആട് അങ്ങനെ തന്നെ ആട് ആടല്ലോ. അതെന്ത് സാധനം? സോറി ഞാൻ ചെറുതായിട്ടൊന്ന് വഴി മാറിപ്പോയോ തോന്നണേ. പിന്നെ ബസ്സിൽ മൈക്കുണ്ടായോണ്ടേ ഒരാളും വെറുതെ നിന്നിട്ട് കണ്ടില്ല. ഞാനൊക്കെ പാട്ട് പാടാൻ അറിയാതെ പാടിനെ. എന്തോ ഒരു പാട്ടാണ് ഞാൻ പാടുണ്ടാവില്ല. പിന്നെ മൈക്കന് തല്ലും പൊടി. നമ്മൾ പാടുമ്പോത്തിന് വേറെ ആക്കി പാടണം. ഒരു പാടുമ്പോത്തിന് വേറെ ആക്കി പാടണം. ഇത് മറ്റേ കണ്ടനും വല്ലാത്തോനും മറ്റേ ആടലോടും കിട്ടിയ പോലെ എത്ര കാട്ടണ്ടെന്ന് അറിയില്ല എന്നുള്ള അവസ്ഥ ആന്നേ. എല്ലാത്ത കഥ നമ്മൾ ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് വെറും മെമ്മറീസിന് വേണ്ടിയിട്ടാണേ. വ്യൂവേഴ്സ് ഇതൊന്നും കിട്ടാനല്ലേ. വെറും മെമ്മറീസ് എങ്ങനെ പോറ്റുന്നു. മെമ്മറീസ് ഇല്ലാതെ എന്ത് ജീവിതാടോ. കണ്ടില്ല തീറ്റൊക്കെ പറക്കണേ. നമ്മൾ കോഴി ചൂടാണെന്നേ. കോഴി ചൂടുമ്പോഴുള്ള തീറ്റ പറക്കലാണ് അതൊക്കെ കണ്ടത്. പിന്നെ ഈ ബസ്സിത്തെ ഡാൻസ് ഉണ്ടല്ലോ പൊന്നോ. ആടി മനുഷ്യന്റെ കജ്ജും കാലും ഊരും വേറെ ആയി. ഓരോ സീറ്റ് വരും ഓരോന്ന്. അമ്പടി വാവേ നമുക്ക് പാട്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇടണം എന്നുണ്ട്. പക്ഷെ പറ്റൂലല്ലോ മക്കളെ. ഈ കോപ്പറേറ്റ് ഇഷ്യൂ വരുന്നോണ്ടേ ഒരു തേങ്ങയും പറ്റൂലാന്നേ. നമ്മളങ്ങനെ വോയിസ് ഓവർ കൊടുക്കന്നെ വേണം. ഓരോരുത്തർ അതിശയം വിട്ട് നോക്കണ. പക്ഷേ റബ്ബേ നല്ല ഈ മാഞ്ഞ കുട്ടികളാണല്ലോ ഈ ചാടി കളിച്ചണേച്ചിട്ട്. മൂത്താപ്പാന്റെ മോനാണ് പിന്നെ പുലോക പാട്ടായിരുന്ന ഉള്ള പാട്ടോട് പാട്ട് മൈക്കാണ്ട് കാറ്റിന്ന് വെക്കാതെ പാടന്നെ. പാട്ടോട് പാട്ട് അതിൻ്റെ പൊന്നാ. ആരാണാവോ ഈ ക്യാമറയൊക്കെ താലും കുത്തനെയും മറിച്ചനൊക്കെ എടുത്തുകാണ്ട് പോയി കൊടുക്കേണ്ടതാവോ. വല്ലാത്ത ജാതി. നമ്മളെ പിന്നെ ഒന്നും നോക്കിയിട്ട് നമ്മളൊക്കെ പോലോ കാട്ടിരുന്നതാ. ആടി എന്റെ തല വേറെ സീറ്റിലും കാല് വേറെ സീറ്റിലൊക്കെ അമ്മരെ ആട്ടിരുന്നേ. ഇതൊക്കെ പറയാതെ കുറച്ച് മുന്നിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നട്ടാ. ഓലെ എത്ര നമ്മൾ ഇറക്കി നമ്മൾ അടിച്ചിങ്ങനെ എന്തായാലും. ടൂറാകുമ്പോ അങ്ങനെയല്ലേ വേണ്ടതേ. അല്ലാതെ ഇപ്പത്തെ ടൂർ എന്ന് പറയണേ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് പോരും വേണ്ട ഒരു മന്തി തിന്നിട്ടാ അതിന്റെ വല്ലാത്ത കഥ മന്തി. തിന്നാല് പൂജരാത്ത മന്തി. എന്തെങ്കിലും ഇപ്പൊ കിട്ടു കൊടുക്കണേ. വല്ലാത്ത ജാതി മന്തി. എന്താ രസം മന്തിന്റെ രസം. വല്ലാത്ത ജാതി മന്തി. തിന്നിട്ടും പൂജരാത്ത മന്തി. അതെ തിന്നിട്ട് പൂജരാത്തൊരു മന്തി. മന്തിയൊക്കെ തിന്നപ്പോ അള്ളാറിന് ബാക്കിയുള്ളത് വരി കൊടുത്ത്. അതിന്റെ ഇടയ്ക്ക് എളാപ്പാന്റെ ഒരു മാജിക്ക്. അതിന്റെ പൊന്നോ എളാപ്പ മറ്റേ ഹിപ്നോട്ടിസും കാര്യങ്ങളൊക്കെ പഠിച്ചതാണെന്നേ. ഹിപ്നോട്ടിസും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് നമ്മള് പൊട്ടന്മാരായോണ്ട് അമ്മ പറ്റിച്ച്. നിങ്ങളൊക്കെ പറ്റിച്ചാൻ പറ്റുമോ നോക്കാന്. എളാപ്പ ഹിപ്നോട്ടിസും കാര്യങ്ങളും പഠിച്ച് നമ്മളെന്തോ മനുഷ്യര് വിചാരിച്ചതൊക്കെ എളാപ്പോടെ പേപ്പറിൽ കുത്തി എഴുതിയൊക്കെ തിരിച്ച് എന്തൊക്കെ കാട്ടിന്ന്.
എന്തായാലും കള്ളത്തരക്ക് ഉള്ളിൽ ഒളിപ്പിച്ചോളൊക്കെ കാണാൻ കിട്ടിയെന്ന് പറയാ. അത് പറഞ്ഞാ പോരെ. അന്തീരെ പോരെന്ന് ചോദിച്ചാണേ. ഇതെന്താ കാട്ടിക്കണ്ടേ, ഇതെന്താണ് കാട്ടിക്കണ്ടേന്ന്. പൊട്ടന്മാരെ അതും ഇതൊക്കെ മാറ്റി പറഞ്ഞേ. ചെറാപ്പണ്ട് പുടനെ ആ ഹങ്ങളെ ഞാൻ കാണിച്ചിടാന്നും പറഞ്ഞ ഒറ്റ പൊരുത്തം. അതെ ഇതിനെ പേപ്പറില് അടിച്ചോനെ ലവറില്ലാത്തവർക്കൊക്കെ ലവറുണ്ടായി, കല്യാണം കഴിച്ചാത്തവർക്ക് കല്യാണം കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ്. എന്താ പൊന്നോ, നമ്മളതൊക്കെ കണ്ട് കൊറേ ഒന്ന് വിളിച്ചിക്കണേ. ഓ ഇളിന്നൊക്കെ പറഞ്ഞ പൂലോ കിളി. ആ എങ്ങനെ നമ്മൾ കിട്ടാതിരിക്കാൻ വേണ്ടിയില്ലേ എളാപ്പ ഓരോരുത്തരുടെ ജീവിതം ബുദ്ധിച്ചോടാക്കണിന്റെ റബ്ബേ. എളാപ്പ അങ്ങനെ എത്ര കാട്ടണളാപ്പ. ഓ വല്ലാതെ ഞാൻ അയ്യണില്ല ആടി വേണ്ട. ടൂറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒന്ന് പറയണ്ട, എല്ലാം കൊണ്ടും അടിപൊളിയാണ്. എല്ലാം കൊണ്ടും റിസോർട്ടായിക്കോട്ടെ, അവിടുത്തെ പൂളായിക്കോട്ടെ, അവിടുത്തെ ആ കാട്ടിലുള്ള ആ വൈബായിക്കോട്ടെ, അടുത്തുള്ള പോയായിക്കോട്ടെ, ഫുഡായിക്കോട്ടെ, കണ്ടീരെ എന്നെ മുക്കി 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 കൊല്ലണേ. അതെ വന്യോ എന്റെ ബുച്ചോളിയേ എല്ലാത്ത ജാതി. അപ്പോൾ ടൂറിനെ കുറിച്ച് പറയാനാണെങ്കിൽ എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നേ. എല്ലാരും അടിപൊളിയായിരുന്നേ. ഒരാളും ബാക്കിൽ നിന്നിട്ടില്ല, എല്ലാത്തിനും ഉസാറായിരുന്നേ. എന്തായാലും ടൂറൊക്കെ അടിച്ച് പൊളിച്ച് കിണ്ണം കാച്ചാക്കി സംഭവം സെറ്റാക്കി നമ്മൾ കുറെ വീഡിയോസ് ഇതൊക്കെ നമ്മൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടാ. പോയി ഫോളോ ചെയ്തോളിട്ടാ. അജ്മലാറിഫില്ലാണ്ടാ കൊണ്ടിട്ട് പേരിട്ടാ കുറ്റോടിട്ടാ. വേഗം ഫോളോ ചെയ്തോളിട്ടാ കുട്ടികളെ, വേഗം ഫോളോ ചെയ്തോളി. നിക്കണ്ടട്ടാ, കാത്തിക്കണ്ട, പിന്നെ കിട്ടൂല. പറഞ്ഞില്ല നാണ്ടാ. അപ്പൊ അങ്ങനെയൊക്കെ എന്നെ ടൂറുണ്ട കഥാള്. അതിന്റെ പൊന്നോ. പിന്നെ നിങ്ങൾ എന്താ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേ. ഏത്താണ് നോക്കിക്കണേ. അത് കണ്ടില്ല ഒരാൾ വെള്ളം കുടിച്ച് കിടക്കണേ. ആരാ കോയത്തില്ലാവില്ല. ഇന്നെ പൊച്ചോളി വെക്കളേ. ആംബുലൻസ് വിളിക്കൂ, ആംബുലൻസ് വിളിക്കൂ. കോയ് 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 കോയ്. ആരാണ് ആള് മൂത്രമൊഴിച്ചിന്? ആ മൂത്രമൊഴിച്ചതല്ല, കുപ്പിയിൽ വെള്ളം ഒഴിച്ചതാണ്ടാ. ഞാനൊരു തെറ്റിദ്ധരിച്ചണ്ട, പറഞ്ഞിടാന്ന് വേണ്ട. ഇനിയിപ്പോ കമന്റ് ബോക്സിൽ ആരാടാ മൂത്രമൊഴിച്ചെന്ന് ചോദിച്ചാൽ പറ്റണ്ട. മനസ്സിലായില്ല? പണ്ട് ലീക്ക് വീരാൻ്റെ കോമഡി പറഞ്ഞ പോലെ അവിടെ ചാടി കുറേ വെള്ളാണ്ട് കുടിച്ചായിരുന്നു. അതേ അവസ്ഥയാണ്. പൂള് കണ്ടപ്പോ അതിൻ്റെ പൊന്നോ, പൂള് ചാടിലോടില്ല ചാടിലോട് എപ്പോഴും കുത്തിയിരുന്ന ഇതാണ്. ഓരോരുത്തരുടെ ജീവിതം കുട്ടിച്ചോടാക്കാതെ ആണേ ഹിപ്നോട്ടിസം തേങ്ങാ മാറാണ് ഇപ്പൊ എല്ലാത്ത അതായി. അത് വല്ലതും വേറെ ആരെയും അറിയണ്ട. അല്ല പൂള് നിറഞ്ഞിക്കണേ ആൾക്കാരെ കൊണ്ട് പൂളൊക്കെ നിറഞ്ഞാവിൻ്റെ പൊന്നോ. എന്തായാലും ടൂറൊക്കെ അടിപൊളിയായിരുന്നു മക്കളെ, ഒന്നും പറയണ്ട. നമ്മളൊന്നും ഫാമിലി ആയിട്ട് ടൂറ് പോയിട്ടില്ലെങ്കിൽ നാളെ തന്നെ വിളിച്ചോളിയൊരു ബസ് വിളിക്കാൻ വേഗം പോവുക. ചാട പട വെച്ചിട്ട് ഇത്ര രസം കിട്ടണ വേറെ പരിപാടി ഉണ്ടാ? വേറെ എന്ത് പരിപാടിയുള്ള ഇത്ര രസം കിട്ടുന്നുണ്ട്? എന്താ പറയുക, നമ്മളെ ടൂറ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടുകളെ. ഞങ്ങളേ ഈ വീഡിയോ ഷെയർ ചെയ്തോളിട്ടാ. എല്ലാവർക്കും കൊണ്ട് ഷെയർ ആക്കി കളി. പിന്നെ എല്ലാരും ലൈക്ക് അടിച്ചോളിട്ടാ. പിന്നെ അതൊക്കെ കമന്റ് ഇട്ടോളി. എന്റെ രാജണ്ടാ അപ്പേ ഞാൻ പറഞ്ഞ വിഷയത്തിൽ നിന്ന് ഞാൻ തെന്നി മാറിയോ തോന്നണേ. അപ്പൊ എല്ലാരും ലൈക്ക് അടിച്ചോളി, കമന്റ് ഇട്ടോളി, ഷെയർ ചെയ്തോളി, സബ്സ്ക്രൈബ് ചെയ്തോളി. ഇത് പിന്നെ നമ്മൾ എളാപ്പാന്റെ റിസൾട്ടിൻ്റെതാണ് കേട്ടോ. എളാപ്പ ഹിപ്നോട്ടിസം ചെയ്ത റിസൾട്ട് സംഭവം ഓക്കെ, സംഭവം അടിപൊളിയായിരുന്നേ. എളാപ്പ സംഭവമാണ്. എളാപ്പ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഹിപ്നോട്ടിസം ചെയ്തിട്ട് ഒരാളെ മനസ്സിൽ എന്താണെന്നുള്ളതൊക്കെയാണ് കണ്ടുപിടിച്ച്. സത്യം പറഞ്ഞാൽ നമ്മൾ പിന്നെ ആദ്യം അധികം എന്തെയില്ല ഞാനും കുറേ ഇതിനാണ് വെറുതെ. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു കഥാള്. എന്തായാലും ഈ ടൂറേ നമുക്ക് എന്തായാലും അടിപൊളിയാക്കിക്കണേ. അപ്പൊ നമ്മളെ അടുത്ത ഒരു ടൂറായിട്ട് നമ്മൾ വരട്ടിട്ടാണ്, അല്ലെ അടുത്തൊരു വീഡിയോ ഒക്കെ നമ്മൾ വരട്ടിട്ടാണ്. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി, നമ്മൾ ഇനിയും വരും നിങ്ങളെ ഉറപ്പിക്കാനായിട്ട്. അപ്പം എന്തായിക്കോട്ടെ. എന്തായാലും ശരി. ബൈ ബൈ, സീ യു.